ഗായ്സ് അങ്ങനെ 2 വർഷങ്ങൾക്ക് ശേഷം ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 3 ഫൈനലി റിലീസ് ആയിരിക്കേണ്ട. അപ്പോൾ റിലീസ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളല്ല, സീസൺ 3 ഫുള്ളല്ല, എപ്പിസോഡ് 1 മാത്രമാണ്. നമുക്കറിയാം ഈ സീരീസുകളൊക്കെ ഓരോ ആഴ്ചയിലും ഓരോ എപ്പിസോഡ് വെച്ചിട്ടാണ് റിലീസ് ആവുന്നത്. അപ്പോൾ ഈ സീസണിൽ എന്ന് വെച്ചാൽ 8 എപ്പിസോഡാണ് ആകെയുള്ളത്. ഓഗസ്റ്റ് 8-നാണ് അവസാനത്തെ എപ്പിസോഡായ എപ്പിസോഡ് 8 റിലീസ് ആവുന്നത്. അതാണ് ഈ സീസണിന്റെ ഫിനാലെ. പിന്നെ ഈ സീരീസ് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീസൺ 2 അവസാനിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാരക്ടേഴ്സും മെയിൻ ഇവന്റ്സ് എന്താണ് നടന്നത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് അതിലോട്ടൊന്ന് ഇഷ്ടം ഒന്ന് കണ്ടുപിടിച്ച് ലാസ്റ്റത്തെ കുറച്ച് സംഭവം മാത്രം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ലാസ്റ്റ് എന്താണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എലീഷൻ്റെ റെനേറിയുടെ അടുത്തേക്ക് ഒരു കോംപ്രമൈസ് ടോക്കനായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലീഷന് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഗോണും തനിക്കും രക്ഷപ്പെടണം, ഏമോഡിനെയും കിങ്ഡവും തനിക്ക് എടുക്കാം, അതായത് റെനേറിക്ക് എടുക്കാം എന്നുള്ള ടോക്കിനോട്ട് എത്തുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെയ്മൺ, നമ്മുടെ നായകൻ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതായല്ലോ ഇതിനകത്തൊരു അറ്റൻഷൻ എന്ന് വെച്ചാൽ സിംഗിൾ സെൻറ്റേഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടെങ്കിൽ നമുക്ക് പല പല ക്യാരക്ടേഴ്സിലോട്ട് നമ്മുടെ അറ്റൻഷൻ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഡെനേറിയസിലോട്ടായാലും ജോൺ സ്നോയിലോട്ടായാലും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സ് മരിക്കുന്നതിന് മുമ്പ് അവരിലേക്ക് നമ്മുടെ അറ്റൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരിൽ അല്ലെങ്കിൽ മാക്സിമം 3 പേരിലാണ് നമ്മുടെ അറ്റൻഷൻ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡെയ്മൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസൺ 2-ൻ്റെ മെയിൻ ഓൾമോസ്റ്റ് ഒരു 80% ടൈമിനകത്തും ഹാരൻ ഹാളിൽ തന്നെയായിരുന്നു. ഹാരൻ ഹാളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പുള്ളിക്ക് ഓരോ വിഷൻസ് കിട്ടും. നമ്മുടെ ഇനി വരാൻ പോകുന്ന എന്താണ് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നുള്ള വിഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. വിച്ച് പുള്ളിക്ക് എന്താണ് പുള്ളി ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു കൊടുക്കുന്ന. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഡെയ്മൺ അവിടെ തന്നെ ഹാരൻ ഹാളിൽ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സീസൺ 2 കുറച്ച് ബോറിംഗ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മെയിൻ എന്താ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല, അങ്ങനെ വാറൊന്നും തുടങ്ങിയിട്ടില്ല, അങ്ങനെയാണ്. അപ്പോൾ അതാണ് ആ സീസൺ 2-ൻ്റെ അവസാനം എത്തി നിൽക്കുന്നത്. പിന്നെ സീസൺ 2-ൻ്റെ അവസാനം എന്ന് വെച്ചാൽ ചെറുതായിട്ട് നമ്മുടെ ഷീപ്പ് സ്റ്റീലറിൻ്റെ ചെറിയൊരു ഗ്ലിംസ് കാണിക്കുന്നുണ്ട്. നമ്മുടെ റെയ്ന ടാർഗിയറിയൻ ഈ ഷീപ്പ് സ്റ്റീലറിനെ കാണുന്ന ഒരു ഭാഗം കാണിച്ച് അങ്ങനെയൊക്കെയാണ് ആ സീസൺ 2 അവസാനിക്കുന്നത്. അപ്പോൾ ഈ സീസൺ 3 ഞാൻ ഇപ്പോൾ എപ്പിസോഡ് 1 ഇറങ്ങിയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ റിവ്യൂ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ റിവ്യൂ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീസൺ ഫുള്ള് തീർന്നിട്ടാണ് അല്ലെങ്കിൽ ഒരു പകുതിയോ എന്തെങ്കിലുമൊക്കെയാണ് റിവ്യൂ ചെയ്യാറ്. പക്ഷേ ഈ ഒരു സീസൺ 3-യുടെ എപ്പിസോഡ് 1 മാത്രം കണ്ടിട്ട് റിവ്യൂ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ്. എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡല്ല സീസൺ 3 ഫുള്ള് കാണണം. പക്ഷേ ഭയങ്കര നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന, അതായത് നമ്മൾ ഒട്ടും ബോറടിപ്പിക്കാത്ത, പഴയ ഇങ്ങനെ പതുങ്ങി ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്ന അങ്ങനത്തെ സാധനമല്ല. എല്ലാം ഫാസ്റ്റായി സീസൺ 3-ലോട്ട് എത്തിപ്പിക്കും. എല്ലാം നമ്മൾ സീസൺ 2-ൽ എവിടെയാണോ പയ്യെ ഒന്നും നീങ്ങാതെ അവസാനിപ്പിച്ച് അതെല്ലാം ഒറ്റയടിക്ക് സ്റ്റാർട്ടായി. അത് പക്ഷേ ഫുള്ള് യുദ്ധമാണ്. ഫയർ ആൻഡ് ആഷ് ആണ് നമ്മുടെ ഒരു ടൈറ്റിൽ കാണാമല്ലോ അതിൻ്റെ. അപ്പോൾ അതിലെ ഫുള്ളി ഫയർ ആൻഡ് ആഷ് ആണ്, ഫുള്ള് യുദ്ധം, ഡ്രാഗൺസ്. എന്താ പ്രൊഡക്ഷൻ എത്രത്തോളം ഡ്രാഗൺസിനെ സ്ക്രീനിലോട്ട് എത്തിക്കാൻ പറ്റും അത്രത്തോളം ഡ്രാഗൺസിനെ എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഹൗസ് ഓഫ് ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ അതൊരു ഡ്രാഗൺസിനെ സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രാഗൺസിനും അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡ്രാഗൺസ് ആയിട്ട് നമ്മളും ഇമോഷണലി കണക്ട്. സീസൺ 2 അവസാനിക്കുന്നത് വെച്ചാൽ നമ്മൾ ഷീപ്പ് സ്റ്റീലറിനെ കാണിച്ചുകൊണ്ടാണ്. അതേപോലെ തന്നെ സീസൺ 3 തുടങ്ങുമ്പോൾ നമ്മുടെ ഷീപ്പ് സ്റ്റീലറിനെ കാണിച്ചുകൊണ്ട് ഷീപ്പ് സ്റ്റീലറിനെ നമ്മുടെ റെയ്ന ടാർഗെറിയനെയും കാണിച്ചിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം അങ്ങോട്ട് പുകഞ്ഞങ്ങോട്ട് പിടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തീ പിടിപ്പിക്കാൻ നോക്കി, ലാസ്റ്റ് തീ കനലായി കാട്ടുതീയായി അവിടെ യുദ്ധം അങ്ങോട്ട് തുടങ്ങിയാണ്ടുള്ള ഒരു സൈഡിൽ കൂടെ ദ ബാറ്റിൽ ഓഫ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞ ആ ബാറ്റിൽ, സീ ബാറ്റിൽ, ഫ്ലീറ്റൊക്കെ ആയിട്ടുള്ള ബാറ്റ്, അതിനകത്ത് ലോഹാറും നമ്മുടെ സീസ്നേക്കും അവർ തമ്മിലുള്ള ഒരു എന്താ പറയുക കൺഫ്രണ്ടേഷൻ, അങ്ങനെ കുറച്ച് സംഭവങ്ങളായിട്ട് അവരുപയോഗിക്കുന്ന സ്ട്രാറ്റജി, അങ്ങനെ യുദ്ധം അങ്ങോട്ട് അറഞ്ചം പുറഞ്ചം യുദ്ധം നടക്കുന്ന ഒരു സൈഡിൽ കൂടെ ഭയങ്കര പോയാണ്. പിന്നെ ഒരു സൈഡിൽ ഡെയ്മൻ്റെ ബാറ്റിലൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഇവിടെ ഈ ബാറ്റിൽ ഓഫ് ദി ബുള്ളറ്റ്, സീ ബാറ്റിലാണ് കൂടുതൽ ഈ എപ്പിസോഡിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ ഇനി എനിക്ക് നടന്നു വരാൻ പോകുന്ന എപ്പിസോഡാകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് എല്ലാം കത്തിക്കയറും. കാരണം ഈ ഒരു എപ്പിസോഡ് 1 കണ്ടോർക്കറിയാം ഇനി എന്താണ് സംഭവിക്കുക. ഇനി ഒന്നും നോക്കാനില്ല, മേലും കീഴും ഒന്നും നോക്കാനില്ല എന്നുള്ള രീതിയിലായിരിക്കും എനിക്ക് യുദ്ധം തുടങ്ങാൻ പോകുന്നത്. ഇനി എന്താ പറയുക, നമ്മുടെ റെനേറിയൊന്നും ഒന്നും നോക്കാനില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും അങ്ങോട്ട് തീർക്കാന്നുള്ള മെൻറ്റാലിറ്റിയിലായിരിക്കും ഇനി യുദ്ധം നടക്കാൻ പോകുന്നത്. നമുക്ക് എപ്പിസോഡ് 1 കണ്ടവർക്ക് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് കാണിക്കുന്ന മെയിൻ 3 ഡ്രാഗൺസിനെയാണ്, വെർമാക്സ്, മൂൺ ഡാൻസർ, പിന്നെ നമ്മുടെ ഷീപ്പ് സ്റ്റീലർ. പിന്നെ ഷീപ്പ് സ്റ്റീലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ ഒട്ടും ടൈമബിൾ ആയിട്ടുള്ള ഡ്രാഗൺ അല്ല. റൈഡ് ചെയ്യാൻ പറ്റായിരിക്കും, പക്ഷെ ഭയങ്കര അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ഡ്രാഗനാണ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ഇഷ്യൂസൊക്കെ നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ കാണാത്തവർ എന്തായാലും കാണുക. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് സ്പോയിലർ ആവാത്ത രീതിയിൽ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും അതാത് ദിവസം ഇറങ്ങുന്ന എപ്പിസോഡ് കാണാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കമൻറ്റ് ചെയ്യുക, ഷോ എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക, പ്ലീസ് സ്പോയിലർ ആക്കാതെ കമൻറ്റ് ചെയ്യുക. ഒരിക്കലും സ്പോയിലർ കൊടുക്കാൻ ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്പോയിലർ ഒരിക്കലും പറയില്ല. പക്ഷേ ഗെയിം ഓഫ് ത്രോൺസ് അല്ലെങ്കിൽ നൈറ്റ് ഓഫ് ദ 7 കിങ്ഡംസ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് ദ ഡ്രാഗൺ, അതായത് ഈ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്ന് പറഞ്ഞ ബുക്ക്, അതിനെ ആസ്പദമായിട്ടുള്ള എല്ലാ സീരീസുകളും കാണുന്ന
ഓരോ പ്രേക്ഷകരും എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. ഓൾവേസ് എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഹോപ്പ് ചെയ്യാൻ പോകുന്ന സംഭവങ്ങളല്ലായിരിക്കും നടക്കുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് ആയാലും നൈറ്റ് ഓഫ് സെവൻ കണ്ടംസ് ആയാലും കണ്ടവർക്ക് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സിന്റെ ഡെത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ക്യാരക്ടേഴ്സിനും ഡെത്ത് സംഭവിക്കാം. പക്ഷെ അതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. വളരെ അടിപൊളിയാണ് ഓരോ ക്യാരക്ടേഴ്സ്. ചില നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ തീർന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തീർന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് തീർക്കാതെ അതാണ് ഈ ഒരു ടൈപ്പ് സീരീസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്ന് പറഞ്ഞ ഇതിനെ ആസ്പദമാക്കി വരുന്ന എല്ലാ സീരീസുകളും വെച്ചാൽ എങ്ങനെയായിരിക്കും ഒരൊറ്റ ക്യാരക്ടറിൽ മാത്രം നിൽക്കുക, അങ്ങനെ നമ്മൾ ഫേവറേറ്റ് ആണെന്ന് വിളിക്കുന്ന ക്യാരക്ടറുകൾ മാത്രമായിരിക്കും, അതിലൂടെ മാത്രം പോകുന്ന കഥയിലായിരിക്കും, പല പല ക്യാരക്ടേഴ്സിലായിരിക്കും ഇതിന്റെ കഥയൊക്കെ പോകുന്നത്.